പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്താണ് ലാംഡ ഫംഗ്ഷൻസ്, അവ എങ്ങനെ ഉപയോഗിക്കാം, മാപ്പ്, ഫിൽട്ടർ തുടങ്ങിയ സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്താണ്, അവ ലാംഡ ഫംഗ്ഷന്റെ കൂടെ എങ്ങനെ ഉപയോഗിക്കാം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഫംഗ്ഷനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോവിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കാറുണ്ട്. എന്നാൽ നെയിം ഇല്ലാത്ത അനോണിമസ് ആയ ചെറിയ ഫംഗ്ഷൻസ് ആണ് ലാംഡ ഫംഗ്ഷൻസ്. നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ക്വിക്കായി ഒരു ഫോർമുല സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ഒരു ടൈപ്പിലുള്ള ഡാറ്റയെ വേറൊരു ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റണം, ഡോളറിനെ റുപ്പിയിലേക്ക് മാറ്റണം. ഇങ്ങനെയുള്ള ക്വിക്കായിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ വലിയൊരു ഫംഗ്ഷൻ എഴുതുന്നതിന് പകരം ഇൻലൈനായി നമ്മുടെ കോഡിന് ഇടയ്ക്ക് തന്നെ എഴുതാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ചെറിയ ഫംഗ്ഷൻസ് ആണ് ലാംഡ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു സാധാരണ ഫംഗ്ഷനാണ്. 2 നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതിലേക്ക് 2 പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ A+B. നമ്മൾ നമ്പർ പാസ് ചെയ്യുമ്പോൾ 3ഉം 4ഉം പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു. അതാണ് 7 എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷനെ നമുക്ക് ലാംഡ ഫംഗ്ഷനായി എഴുതി നോക്കാം. ഇതാണ് 2 നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ലാംഡ ഫംഗ്ഷൻ. ഒരു ലാംഡ ഫംഗ്ഷനെ 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യം ലാംഡ എന്ന് പറയുന്ന കീവേഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോഴും ഒരു ലാംഡ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാംഡ എന്ന് പറയുന്ന കീവേഡ് വെച്ചാണ്. ലാംഡ ഫംഗ്ഷന് നെയിം ഇല്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ പേരൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ലാംഡ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. A,B എന്ന് കൊടുത്തിരിക്കുന്നു. ഇതാണ് ലാംഡ ഫംഗ്ഷനിലെ രണ്ടാമത്തെ ഭാഗം, പാരാമീറ്റേഴ്സ്. ഒരു ലാംഡ ഫംഗ്ഷനിലേക്ക് വാല്യൂസ് പാസ് ചെയ്യണമെങ്കിൽ അത് ലാംഡ എന്ന് പറയുന്ന കീവേഡ് കഴിഞ്ഞ് കോമ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ 2 പാരാമീറ്റേഴ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, A,B. ഈ കോളൻ കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന A+B, ഇതാണ് ലാംഡ ഫംഗ്ഷൻ്റെ മൂന്നാമത്തെ ഭാഗം, നമ്മുടെ ഫംഗ്ഷനിലെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ലോജിക്ക് എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം ലാംഡ എന്ന് പറയുന്ന കീവേഡ്, രണ്ടാമത്തെ ഭാഗം ലാംഡ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്, കോളൻ കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗം ലാംഡ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ലോജിക്ക്. ഇനി ഒരു ലാംഡ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്താ? ഒരു ലാംഡ ഫംഗ്ഷൻ ഒന്നെങ്കിൽ ആ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് തന്നെ റിട്ടേൺ ചെയ്യും. ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ലാംഡ ഫംഗ്ഷനെ തന്നെ നമ്മൾ ആഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നു. ഒരു ഫംഗ്ഷനെ കംപ്ലീറ്റ് ആയി നമ്മൾ ആഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ആവശ്യം ഈ ലാംഡ ഫംഗ്ഷന് നമുക്ക് കോഡിൽ എവിടെ വേണമെങ്കിലും റീയൂസ് ചെയ്യാം. അതിനുവേണ്ടി ആഡ് എന്ന് പറയുന്ന വേരിയബിളിനെ യൂസ് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു ലാംഡ ഫംഗ്ഷനെ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാം. അപ്പോൾ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ആഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇനി ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ ഈ ആഡ് ഓഫ് 3,4 എന്ന് കൊടുക്കുക. ഇങ്ങനെ പറയുമ്പോൾ ആഡ് എന്ന് പറയുന്ന വേരിയബിളിൽ ലാംഡ ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ, അതിനെ കോൾ ചെയ്യും. ഈ 3നെ എയിലേക്ക് സ്റ്റോർ ചെയ്യും, 4നെ ബിയിലേക്ക് പാസ് ചെയ്യും, A+B കാൽക്കുലേറ്റ് ചെയ്യും. ഈ റിസൾട്ടാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതാണ് 7 എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലാംഡ ഫംഗ്ഷൻ എഴുതി എക്സിക്യൂട്ട് ചെയ്ത് നോക്കി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ആഡിലേക്ക് ലാംഡ ഫംഗ്ഷനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ആഡിനെ ഒന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ഫംഗ്ഷൻ ലാംഡ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അഡ്രസ്സാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഒരു ഫംഗ്ഷനെ ഒരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു, അതിനെയാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലാംഡ ഫംഗ്ഷനെ വേരിയബിളിലൊന്നും അസൈൻ ചെയ്യാതെ ഡയറക്റ്റായിട്ട് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്തത്, നമ്മുടെ ലാംഡ ഫംഗ്ഷനെ ഒരു ബ്രാക്കറ്റിനകത്താക്കി വേറൊരു ബ്രാക്കറ്റിൽ അതിലേക്ക് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ആദ്യം നമ്മുടെ ലാംഡ ഫംഗ്ഷനെ ബ്രാക്കറ്റിനകത്ത് കൊടുത്തു. രണ്ടാമതായി ആ ലാംഡ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെ ബ്രാക്കറ്റിൽ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലാംഡ ഫംഗ്ഷൻ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആദ്യത്തെ 3 എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് എയിലേക്ക് സ്റ്റോർ ചെയ്യും, 4 എന്ന് പറയുന്നതോ ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞ് ലാംഡ ഫംഗ്ഷനിലെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, A+B. ആ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ആ റിസൾട്ടാണ് ഇവിടെ 7 എന്ന് പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നേരത്തെ ഒരു ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, അതൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു, എന്നിട്ട് ആ വേരിയബിൾ യൂസ് ചെയ്ത് ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇപ്പോൾ ലാംഡ ഫംഗ്ഷൻ നമ്മൾ എഴുതി, അതിനെ ഡയറക്റ്റായി ഒരു വേരിയബിളിലേക്കും അസൈൻ ചെയ്യാതെ ഡയറക്റ്റായി അതിനെ കോൾ ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് നമ്മളിവിടെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തത്. സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ലാംഡ ഫംഗ്ഷനാണ് സ്ക്രീനിൽ കാണുന്നത്. ഈ ലാംഡ ഫംഗ്ഷനെ ഇൻലൈൻ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഡയറക്റ്റ് ഫംഗ്ഷൻ ഡിക്ലറേഷനും ലാംഡ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതെല്ലാം ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് എഴുതിയിരിക്കുന്നത്. ലാംഡ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരു പാരാമീറ്ററാണ് ഈ ലാംഡ ഫംഗ്ഷനിൽ റിസീവ് ചെയ്യുന്നത്. അതിനുവേണ്ടി എക്സ് വേരിയബിൾ കൊടുത്തു. കോളൻ കഴിഞ്ഞ് നമ്മുടെ കോഡ് ലോജിക് X². ഇവിടെ എന്ത് സംഭവിക്കും? എക്സിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യാം. അതിനുശേഷം ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, X² കാൽക്കുലേറ്റ് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും. ഇവിടെ ഡയറക്റ്റായി വിളിക്കുകയാണ്. ഈ ലാംഡ ഫംഗ്ഷനെ നമ്മൾ ഡയറക്റ്റായി വിളിക്കുകയാണ്. അതുകൊണ്ട് ഈ ലാംഡ ഫംഗ്ഷനെ കംപ്ലീറ്റായി ഞാനൊരു ബ്രാക്കറ്റിൽ കൊടുത്തു. അത് കഴിഞ്ഞ് ഈ ലാംഡ ഫംഗ്ഷനെ കോൾ ചെയ്യണമല്ലോ, അതിനുവേണ്ടി ഇവിടെ ഒരു ബ്രാക്കറ്റിൽ അതിലേക്ക് പാസ് ചെയ്യാനുള്ള
വാല്യൂസിനെ കൊടുത്തു 5. ഒരു ആർഗ്യുമെൻറ്റേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 5 എക്സിലേക്ക് പാസ് ചെയ്യും. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ അതുകൊണ്ടാണ് 25 എന്ന് പ്രിൻറ്റ് ചെയ്തത്. ഇനി നമുക്ക് ലാംഡ ഫംഗ്ഷൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഓഫ് ഡിക്ഷണറീസ് ഉണ്ട്. ഈ ലിസ്റ്റിൽ 4 കാറിൻ്റെ പോളിസി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. നമ്മുടെ ലിസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നു. 4 ഡിക്ഷണറി എലമെൻറ്റ്സ് ആണുള്ളത്. ഈ ഓരോ ഡിക്ഷണറി എലമെൻറ്റിലും പോളിസി നമ്പർ, കാറിൻ്റെ ഏജ്, പ്രീമിയം, അങ്ങനെ 3 എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ 5 വർഷത്തിൽ കുറവ് പഴക്കമുള്ള കാറാണെങ്കിൽ അതിലേക്ക് 100 രൂപ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യണം. അതെങ്ങനെ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായി എഴുതാം എന്ന് നോക്കാം. ഇവിടെ ലാംഡ ഫംഗ്ഷനെ നമ്മൾ കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. ലാംഡ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിലേക്ക് ഒരു പാരാമീറ്ററാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, പോളിസി. ഈ പോളിസിയിലേക്ക് ഒരു സമയത്ത് ഒരു ഡിക്ഷണറി ഐറ്റമാണ് പാസ് ചെയ്യുക. നമ്മുടെ ലാംഡ ഫംഗ്ഷൻ്റെ ലോജിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് ഈഫാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഈഫിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യുക? ഈഫിന് മുൻപ് ഇമ്മീഡിയറ്റ് ഈഫിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? ഇഫ് പോളിസി ഓഫ് കാർ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, കാറിൻ്റെ ഏജ് 5 അതിലും കുറവോ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് 100 രൂപ ഡിസ്കൗണ്ട് കൊടുക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇമ്മീഡിയറ്റ് ഈഫിൻ്റെ സിൻറ്റാക്സ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. ഈഫിന് മുമ്പ് റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ ഈഫിന് മുമ്പാണ് കൊടുക്കുന്നത്. പോളിസി ഓഫ് പ്രീമിയം -100. ഇവിടെ പ്രീമിയത്തിൽ നിന്നും 100 രൂപ കുറച്ച് അതാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എൽസ് പോളിസി ഓഫ് പ്രീമിയം, അല്ലെങ്കിൽ അതേ പ്രീമിയം തന്നെ റിട്ടേൺ ചെയ്യാം. ഇനി നമ്മൾ ഈ പോളിസീസിലൂടെ ലൂപ്പ് ത്രൂ ചെയ്യണം. ഫോർ പി ഇൻ പോളിസീസ്, ഓരോ പ്രാവശ്യം ഓരോ എലമെൻറ്റ്, പോളിസീസിലെ ഓരോ ഡിക്ഷണറി എലമെൻറ്റ് റീഡ് ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് ഓഫ് പി, നമ്മളതിൻ്റെ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രിൻറ്റ് ചെയ്യുന്നത്? പോളിസി നമ്പർ പ്രിൻറ്റ് ചെയ്യുന്നു, കാറിൻ്റെ ഏജ് പ്രിൻറ്റ് ചെയ്യുന്നു, നമ്മൾ ലാംഡ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ലാംഡ ഫംഗ്ഷനെ നമ്മൾ കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് ഓഫ് പി എന്ന് പറയുമ്പോൾ നമ്മുടെ പിയിലെ വാല്യൂ പോളിസിയിലേക്ക് പാസ് ചെയ്യും. പി എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ഷണറി എലമെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പോളിസിയിലേക്ക് ഒരു ഡിക്ഷണറി എലമെൻറ്റ് കിട്ടി. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് പോളിസി ഓഫ് കാർ ഏജ്, ഡിക്ഷണറിയിൽ കാർ ഏജ് എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കണം. അതിനുവേണ്ടിയാണ് പോളിസി ഓഫ് കാർ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കൊടുത്തത്. ആദ്യത്തെ ഡിക്ഷണറി എലമെൻറ്റിൽ കാറിൻ്റെ ഏജ് 10 ആണ്, അതുകൊണ്ട് 1000 തന്നെ റിട്ടേൺ ചെയ്തു. പോളിസീസിലെ രണ്ടാമത്തെ ഡിക്ഷണറി എലമെൻറ്റിൽ പോകുമ്പോഴോ കാറിൻ്റെ ഏജ് 4 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി. ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്തു, 100 രൂപ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ 1100 എന്ന് റിട്ടേൺ ചെയ്തത്. മൂന്നാമത്തെ കാറിൻ്റെ ഏജ് 2 ആണ്, ഇവിടെയും അതുകൊണ്ട് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് 1000 പ്രിൻറ്റ് ചെയ്തത്. അടുത്ത ഡിക്ഷണറി എലമെൻറ്റിൽ കാറിൻ്റെ ഏജ് 15 ആണ്, അതുകൊണ്ട് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വലിയൊരു ഫംഗ്ഷൻ എഴുതുന്നതിന് പകരം നമുക്കൊരൊറ്റ ലൈനിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കണ്ടീഷൻ എഴുതാൻ പറ്റും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഈ ലാംഡ ഫംഗ്ഷനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 2 ലൈനിലാണ് എഴുതിയത്. അതുകൊണ്ടാണ് ഇവിടെ സ്ലാഷ് യൂസ് ചെയ്തത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു മൾട്ടിപ്പിൾ ലൈനിൽ ഒരു കമാൻഡിനെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ലൈനിൽ എഴുതണമെങ്കിൽ ആ ലൈനിൻ്റെ അവസാനം ഒരു \/ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത് ലാംഡ ഫംഗ്ഷനുമായി യാതൊരു കണക്ഷനും ഇല്ല. ആ ലൈനിനെ സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ 2 സ്ലാഷ് കൊടുത്തു എന്ന് മാത്രം. ഈ കോഡും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എഴുതിയത്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ ലിസ്റ്റ് ഓഫ് ഡിക്ഷണറീസിലെ ഓരോ എലമെൻറ്റിലൂടെയും ലൂപ്പ് ത്രൂ ചെയ്ത് എഴുതാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഫോർ ലൂപ്പ് എഴുതി. അപ്പോൾ ഇതിനെ കുറേ കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. എന്നാൽ ലാംഡ ഫംഗ്ഷൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്ന കുറേ ഹൈ ഓർഡർ ഫംഗ്ഷൻസ് ഉണ്ട്. മാപ്പ്, ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൈ ഓർഡർ ഫംഗ്ഷൻസായ മാപ്പും ഫിൽട്ടറും എങ്ങനെ യൂസ് ചെയ്യാം. എന്താണ് ഹൈ ഓർഡർ ഫംഗ്ഷൻസ്? ഒരു ഫംഗ്ഷനിലേക്ക് ഒരു ഫംഗ്ഷനെ തന്നെ പാരാമീറ്ററായി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ ഹൈ ഓർഡർ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ റിട്ടേൺ വാല്യൂ ആയിട്ട് തരാൻ പറ്റുകയാണെങ്കിൽ അതിനെയും ഹൈ ഓർഡർ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. നമ്മളിവിടെ നോക്കാൻ പോകുന്ന ആദ്യത്തെ ഹൈ ഓർഡർ ഫംഗ്ഷൻ മാപ്പ് എന്ന് പറയുന്നതാണ്. മാപ്പ് എന്ന് പറയുന്ന ഹൈ ഓർഡർ ഫംഗ്ഷനും ലാംഡ ഫംഗ്ഷനും യൂസ് ചെയ്ത് എങ്ങനെയാണ് ഈ സെൽഷ്യസ് എന്ന് പറയുന്ന ലിസ്റ്റിലെ ടെമ്പറേച്ചർ വാല്യൂസിനെ ഫാരൻഹീറ്റ് ആക്കി മാറ്റുക എന്ന് നോക്കാം. മാപ്പ് ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് എന്താണെന്നറിയോ? മാപ്പ് ഫംഗ്ഷനകത്തേക്ക് നമുക്ക് 2 പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാം. ആദ്യത്തെ പാരാമീറ്റർ ഒരു ഫംഗ്ഷനെ പാസ് ചെയ്യാം. ഇവിടെ ലാംഡ ഫംഗ്ഷനെ പാസ് ചെയ്യുന്നത്. ലാംഡ ഫംഗ്ഷനെ മാത്രമേ പാസ് ചെയ്യാൻ പറ്റൂ എന്നില്ല, നമുക്ക് ഏത് ഫംഗ്ഷനെയും പാസ് ചെയ്യാം. പക്ഷേ നമ്മുടെ എക്സാമ്പിളിൽ ലാംഡ ഫംഗ്ഷനാണ് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാരാമീറ്റർ ഇവിടെ പാസ് ചെയ്യുന്നത് ഒരു ഐറ്ററബിൾ ആണ്. ഒരു ഐറ്ററബിൾ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ട്യൂപ്പിൾ അതുപോലത്തെ ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെയാണ് നമുക്ക് രണ്ടാമതായി പാസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ കൊടുത്തതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ
ഈ സെൽഷ്യസ് എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ എലമെന്റിലും അപ്ലൈ ചെയ്യുക എന്നാണ് ഈ മാപ്പ് ഫംഗ്ഷൻ അതാ ചെയ്യുന്നത്. ഈ മാപ്പ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നറിയോ? ഈ മാപ്പ് ഫംഗ്ഷൻ ലിസ്റ്റിലെ ആദ്യത്തെ എലമെന്റ് എടുക്കും 0, എന്നിട്ട് അതിലേക്ക് ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലാംഡ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് 10 എന്ന് പറയുന്ന രണ്ടാമത്തെ എലമെന്റിനെ എടുക്കും, അതിലേക്ക് ലാംഡ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. മൂന്നാമത്തെ എലമെന്റ് എടുക്കും 20, അതിലേക്ക് ലാംഡ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. നാലാമത്തെ എലമെന്റ് 30, അതിലേക്ക് ഈ ലാംഡ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഐട്രബിൾ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ ഡിക്ഷണറി എടുത്ത് അതിലെ ഓരോ വാല്യൂ റീഡ് ചെയ്യുന്നു. ഈ ഓരോ വാല്യൂ റീഡ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? അതിൽ ആ ഓരോ എലമെന്റിലേക്കും ഈ ലാംഡ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ സെൽഷ്യസിലെ ഓരോ എലമെന്റും എടുത്ത് അതിനെ സെൽഷ്യസിൽ നിന്നും ഫാരൻഹീറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം 0 എടുത്തു, ഈ 0യിലേക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്തു. അതാണ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് 32. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 32 ഫാരൻഹീറ്റ് ആണ്. രണ്ടാമത്തെ എലമെന്റ് എടുത്തു 10, അതിലേക്ക് ഫോർമുല അപ്ലൈ ചെയ്തു. 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതുപോലെ 30 ഡിഗ്രി സെൽഷ്യസ്, അതിലേക്ക് ഫോർമുല ഫാരൻഹീറ്റായി കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് 86 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. ഈ മാപ്പ് എഴുതിയത് കാരണം കൊണ്ട് നമുക്ക് ഈ സെൽഷ്യസിലെ ഓരോ എലമെന്റിലൂടെയും പാസ് ത്രൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർ ലൂപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ഈ മാപ്പ് ഫംഗ്ഷൻ ഇത് ചെയ്തോളും. എന്ത് റിസൾട്ടാണ് ഇത് മാപ്പ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക? ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു മാപ്പ് ഒബ്ജക്റ്റാണ് റിട്ടേൺ ചെയ്യുക. ഇവിടെ ഫാരൻഹീറ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് മാപ്പ് ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റാണ്. അതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ ലിസ്റ്റായി കൺവേർട്ട് ചെയ്തിട്ടേ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലിസ്റ്റ് ഓഫ് ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്തത്. നമ്മൾ നേരത്തെ പ്രീമിയത്തിൻ്റെ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം എഴുതിയിരുന്നു. അതിലെ ഫോർ ലൂപ്പ് റീപ്ലേസ് ചെയ്ത് അതിനെ മാപ്പ് ഫംഗ്ഷൻ വെച്ച് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ റിസൾട്ടിലൊന്ന് നോക്കൂ. ആദ്യത്തെ ലൈനിൽ, ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലൈനിൽ ഒറിജിനൽ പ്രീമിയമാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ലൈനിൽ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള പ്രീമിയമാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 4 വർഷം പഴക്കമുള്ള കാറിന് 100 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു, 1200 പകരം 1100 അതുപോലെ 2 വർഷം പഴക്കമുള്ള കാറിന് 1100 രൂപയ്ക്ക് പകരം 1000 രൂപ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്ത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പോളിസീസ് എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് ഡിക്ഷണറീസ് ഇവിടെ കാണാം. അതിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 4 എലമെൻറ്റ്. ശ്രദ്ധിക്കുക, ആദ്യത്തെ ഡിക്ഷണറി എലമെൻറ്റ് അല്ലേ, രണ്ടാമത്തെ എലമെൻറ്റ് അതൊരു ഡിക്ഷണറി എലമെൻ്റ് ആണ്, മൂന്നാമത്തെ വേറൊരു ഡിക്ഷണറിയാണ്, നാലാമത്തെ ഒരു ഡിക്ഷണറിയാണ്. ഇനി നമ്മുടെ മാപ്പ് ഫംഗ്ഷനിലേക്ക് എന്തൊക്കെയാണ് പാസ് ചെയ്തിരിക്കുന്നത് നോക്കാം. മാപ്പ് ഫംഗ്ഷനിലേക്ക് ഒരു ലാംഡ ഫംഗ്ഷൻ പാസ് ചെയ്തിരിക്കുന്നു. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ലാംഡ ഫംഗ്ഷൻ ഇവിടെ എൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പാരാമീറ്റർ പോളിസീസ് എന്ന് പറയുന്ന നമ്മുടെ ലിസ്റ്റ് ഓഫ് ഡിക്ഷണറീസ് ആണ് പാസ് ചെയ്യുന്നത്. ഈ മാപ്പ് ഫംഗ്ഷൻ എന്താ ചെയ്യാൻ പോകുന്നത്? പോളിസീസിലെ ഓരോ എലമെൻ്റ് എടുത്ത് ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ഓരോ എലമെൻ്റ് എടുത്ത് അതിലേക്ക് നമ്മുടെ ലാംഡ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ ലാംഡ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ മാപ്പ് ഫംഗ്ഷൻ പോളിസീസിലെ ആദ്യത്തെ എലമെൻ്റ് എടുക്കുന്നു 1, എന്നിട്ട് ലാംഡ ഫംഗ്ഷൻ കൊടുക്കും. ലാംഡ ഫംഗ്ഷൻ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? പോളിസി എന്ന് പറയുന്ന പാരാമീറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ എടുത്തു കഴിഞ്ഞാൽ പോളിസിയിലേക്ക് പോകും. മൂന്നാമത്തെ ഓരോ സമയത്തും ഓരോ എലമെൻറ്റ് പോളിസി എന്ന് പറയുന്ന ഈ പാരാമീറ്ററിൽ എത്തും. ഈ മാപ്പ് ഫംഗ്ഷൻ ചെയ്തോളൂ. അത് നമ്മൾ ഫോർ ലൂപ്പിലൂടെ ചെയ്യുന്നതിന് പകരം ഇത് മാപ്പ് ഫംഗ്ഷൻ ചെയ്തോളൂ. ഈ ലാംഡ ഫംഗ്ഷൻ്റെ കോഡിനകത്ത് എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ഡിക്ഷണറി എലമെൻറ്റ് ബിൽഡ് ചെയ്യുകയാണ്. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ എൻഡ് ചെയ്യുന്നു. ഈ ഡിക്ഷണറിയിലെ ആദ്യത്തെ എലമെൻറ്റ് എന്താ? പോളിസി നമ്പർ. ആദ്യത്തെ എലമെൻറ്റ് പോളിസിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പോളിസി നമ്പർ എടുത്തു, കോമ. രണ്ടാമത്തെ എലമെൻറ്റ് ബിൽഡ് ചെയ്യുക, ഏജ്. അതിലൊന്നും ലോജിക്ക് അപ്ലൈ ചെയ്യുന്നില്ല. മൂന്നാമത്തെ എലമെൻറ്റ് എടുക്കുന്ന സമയത്ത് മാത്രം ഒരു ഇമ്മീഡിയറ്റ് ഇഫ് യൂസ് ചെയ്ത് ഒരു ലോജിക്ക് അപ്ലൈ ചെയ്തിരിക്കുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നു, അതേ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇഫ് എന്താണ്? കാറിൻ്റെ ഏജ് <= 5 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് റിട്ടേൺ ചെയ്യും അല്ലേ? അതല്ലെങ്കിലോ എൽസ് ഒറിജിനൽ പ്രീമിയം റിട്ടേൺ ചെയ്യും. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാപ്പ് ഫംഗ്ഷൻ പോളിസീസ് എന്ന് പറയുന്ന ലിസ്റ്റിലെ ആദ്യത്തെ ഡിക്ഷണറി എലമെൻ്റ് എടുത്ത് പോളിസിയിലേക്ക് പാസ് ചെയ്യും. ഓക്കെ. ഇനി നമ്മുടെ ലാംഡ ഫംഗ്ഷൻ അതിലെ പോളിസി നമ്പർ എടുത്തു, അതിലെ ഏജ് എടുത്തു, അതിലെ പ്രീമിയം എടുത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തു, എന്നിട്ട് നോക്കി ഇതിലെ കാറിൻ്റെ ഏജ് എന്താണ്? കാറിൻ്റെ ഏജ് 10 ആണ്. അപ്പോൾ പ്രീമിയം റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഡിക്ഷണറി എലമെൻറ്റ് റിട്ടേൺ ചെയ്തു, കോമ. ഇനി അടുത്ത എലമെൻ്റ് എടുത്തു, രണ്ടാമത്തെ എലമെൻറ്റ്. ഇതേപോലെ തന്നെ പോളിസിയിലേക്ക് വന്നു, അതിലെന്തെടുത്തു? അതിലെ പോളിസി നമ്പർ എടുത്തു, അതിലെ ഏജ് എടുത്തു, അതിലെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തു, അത് അടുത്ത ഡിക്ഷണറി എലമെൻ്റ് ആക്കി വെച്ചു. ഇതെല്ലാം കൂടെ അവസാനം ഒരു മാപ്പ് ഒബ്ജക്റ്റായി റിട്ടേൺ ചെയ്യുന്നു. ഈ മാപ്പ് ഒബ്ജക്റ്റിനെ ലിസ്റ്റായി കൺവേർട്ട് ചെയ്യണം, എന്നാലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ എക്സാമ്പിളിൽ കണ്ടു. അതുകൊണ്ടാണ് നമ്മളതിനെ നമ്മുടെ മാപ്പ് ഫംഗ്ഷനെ മൊത്തം ഒരു ലിസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാപ്പ് ഫംഗ്ഷൻ പോളിസീസ് പോലെ വേറൊരു ലിസ്റ്റ് ഓഫ് ഡിക്ഷണറീസ് ബിൽഡ് ചെയ്യും. അതിനകത്ത് പുതിയ പ്രീമിയം ഉണ്ടാവും, അതിനെ ലിസ്റ്റായി കൺവേർട്ട് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തത്. കോഡ് നിങ്ങൾ നല്ലപോലെ റിവ്യൂ ചെയ്ത് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. അവസാനമായി ഫിൽട്ടർ ഹൈ ഓർഡർ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം.
ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റ് ഇല്ലേ, ലിസ്റ്റ്, ഡിക്ഷണറി, ട്യൂപ്പിളൊക്കെ, അതിലേക്ക് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻസിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഫിൽട്ടർ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മാപ്പ് പോലെ തന്നെ ഒരു ഫിൽട്ടർ ഫംഗ്ഷനിലേക്കും ഒരു ഫംഗ്ഷനും പാസ് ചെയ്യും, ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിനെയും പാസ് ചെയ്യും. ഇവിടെ ഈവൺ എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മളൊരു ലാംഡ ഫംഗ്ഷനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. 1 മുതൽ 6 വരെ നമ്പേഴ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ലിസ്റ്റ്. ഇതിൽ നിന്നും ഈവൺ നമ്പേഴ്സിനെ മാത്രം കണ്ടുപിടിക്കണം. അതായത് 2, 4, 6 അതാണല്ലോ ഈവൺ നമ്പേഴ്സ്. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ കോഡ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈവൺ നമ്പർ എന്ന് പറയുന്നത്? ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ അത് ഈവൺ നമ്പറാണ്, 1 ആണെങ്കിൽ അത് ഓഡ് നമ്പറാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലാംഡ ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. ഒരു നമ്പറിനെ ഓഡാണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ലാംഡ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഈ C1ലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. അതിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നു. നമ്മൾ റിമൈൻഡർ ഓപ്പറേറ്റർ വെച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റിമൈൻഡർ 0 ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിലോ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ആ ലാംഡ ഫംഗ്ഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ് അല്ലേ? അപ്പോൾ ഈ ഫിൽട്ടർ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഫിൽട്ടർ ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലെ ആദ്യത്തെ എലമെൻ്റ് എടുക്കും. ആദ്യത്തെ എലമെൻ്റ് ഏതാ? 1. എന്നിട്ട് അതിൽ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. നമ്മുടെ ലാംഡ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. രണ്ടാമത്തെ നമ്പർ എടുക്കും, രണ്ടാമത്തെ എലമെൻ്റ് എടുക്കും, അതിലേക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യും. മൂന്നാമത്തെ എലമെൻ്റ് എടുക്കും, അതിലേക്ക് ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അങ്ങനെ ഓരോ എലമെൻറ്റിലേക്കും ചെയ്ത് അവസാനം ഒരു ഫിൽട്ടർ ഒബ്ജക്റ്റിനെ തരും. ആ ഫിൽട്ടർ ഒബ്ജക്റ്റിനകത്ത് എന്താ ഉണ്ടാവുക? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എലമെൻസുമുള്ള ഒരു ഫിൽട്ടർ ഒബ്ജക്റ്റിനെയാണ് തരുന്നത്. അതിനെ നമ്മൾ ലിസ്റ്റായി കൺവേർട്ട് ചെയ്യുന്നു. മാപ്പ് റിട്ടേൺ ചെയ്യുന്ന റിസൾട്ടിനെ നമ്മൾ ലിസ്റ്റ് ഒബ്ജക്റ്റ് വെച്ച്, ലിസ്റ്റ് ഫംഗ്ഷൻ വെച്ച് കൺവേർട്ട് ചെയ്തെടുത്തില്ല, അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ 2, 4, 6 എന്ന് കിട്ടി. ഇനി ഫിൽട്ടർ യൂസ് ചെയ്ത് നമ്മുടെ പോളിസീസ് എന്ന് പറയുന്ന നേരത്തെ ലിസ്റ്റ് ഓഫ് ഡിക്ഷണറീസ് ഉണ്ടല്ലോ, അതിൽ നിന്നും 5 വർഷത്തിൽ താഴെ പഴക്കമുള്ള വണ്ടികളുടെ മാത്രം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കണ്ടോ, റിസൾട്ട് സെറ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. P2 എന്ന് പറയുന്ന പോളിസിയും P3 എന്ന് പറയുന്ന പോളിസിയും മാത്രമേ കുറവുള്ളൂ. ഇവിടെ എങ്ങനെയാണ് ഫിൽട്ടർ അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഈ ഫിൽട്ടർ ഫംഗ്ഷനകത്തേക്ക് നമ്മളൊരു ലാംഡ ഫംഗ്ഷൻ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കൊടുത്തിരിക്കുക. ആദ്യത്തെ പാരാമീറ്റർ അല്ലേ? എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? ലാംഡയിലേക്ക് ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. എന്താണ്? പോളിസി. പോളിസി എന്ന് പറഞ്ഞാൽ ഇതിലെ ആദ്യത്തെ എലമെൻറ്റ്, പിന്നെ രണ്ടാമത്തെ എലമെൻറ്റ്, ഐറ്ററേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ എലമെൻറ്റും പോളിസിയിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് അതിലെ കാറിൻ്റെ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ഇത്രയും നമ്മൾ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒരു കാര്യം എഴുതിയിട്ടില്ല. നമ്മൾ ആകെ പറഞ്ഞിരിക്കുന്നത് കാർ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇനി ഫിൽറ്ററിലേക്ക് പാസ് ചെയ്തിരിക്കുന്ന അടുത്ത പാരാമീറ്റർ എന്താണ്? നമ്മുടെ പോളിസീസ് എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് ഡിക്ഷണറീസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? പോളിസീസ് എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് ഡിക്ഷണറിയിലെ ആദ്യത്തെ എലമെൻറ്റ് എടുക്കും, എന്നിട്ട് പോളിസിയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഈ ലാംഡ ഫംഗ്ഷൻ ഇത് ചെക്ക് ചെയ്യും. എന്താണ് ഈ കണ്ടീഷൻ? ട്രൂ ആണോ ഫോൾസ് ആണോ? ആദ്യത്തെ കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യും. രണ്ടാമത്തെ എലമെൻറ്റ് എടുക്കും, എന്നിട്ട് കാറിൻ്റെ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ? യെസ്, കണ്ടീഷൻ ട്രൂ ആണ്, അപ്പോൾ അത് അവിടെ എടുത്ത് വെച്ചു. മൂന്നാമത്തെ എലമെൻറ്റ് എടുത്തു, കാറിൻ്റെ ഏജ് പോളിസിയിലേക്ക് പാസ് ചെയ്തു. കാറിൻ്റെ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, കണ്ടീഷൻ ട്രൂ ആണ്, അപ്പോൾ അതവിടെ കീപ്പ് ചെയ്തു. പോളിസീസിലെ നാലാമത്തെ എലമെൻ്റ് എടുത്തു, കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്തു. എന്നിട്ട് ഈ റിസൾട്ടിനെ എല്ലാം കൂടെ ഒരു ഫിൽട്ടർ ഒബ്ജക്റ്റായി റിട്ടേൺ ചെയ്യുന്നു. ഈ ഫിൽട്ടർ ഒബ്ജക്റ്റിനെ നമ്മൾ ലിസ്റ്റായി കൺവേർട്ട് ചെയ്യുന്നു. ആ ലിസ്റ്റിനെ നമ്മൾ ഫിൽറ്റേർഡ് പോളിസീസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തത്. അതിനകത്താണ് നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോളിസീസിനെ കിട്ടിയത്. ഈ കോഡിനെ തന്നെ ഫോറും ഈഫും വെച്ച് നമുക്ക് എഴുതാം. പക്ഷെ അത് വലിയൊരു പ്രോഗ്രാമായി മാറും. എങ്ങനെയാണ്? നമ്മൾ ആദ്യം പോളിസീസിലൂടെ ലൂപ്പ് ത്രൂ ചെയ്യാൻ വേണ്ടി ഒരു ഫോർ ലൂപ്പ് എഴുതണം. പിന്നെ അതിനകത്ത് നമ്മളൊരു ഈഫ് വെച്ച് പോളിസിയുടെ കാർ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കണം. ഇവിടെ നോക്കിയേ, ആകെ ഒറ്റ ലൈൻ കോഡിലാണ് നമ്മളിതെല്ലാം കൂടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാപ്പും ഫിൽറ്ററും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോഡിൻ്റെ റീഡബിലിറ്റി വളരെ ഇമ്പ്രൂവ് ചെയ്യും അല്ലേ? കുറച്ച് ലൈൻ ഓഫ് കോഡാക്കി മാറ്റാം നമുക്ക് കോഡിനെ. ലാംഡ ഫംഗ്ഷൻസ്, മാപ്പ്, ഫിൽറ്റർ, ഇതൊക്കെ ആദ്യത്തെ പ്രാവശ്യം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. പക്ഷേ അതിൻ്റെ ആ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഈസിയാണ്. എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ധൈര്യമായി കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.